ഇന്ന് റുമാലി റൊട്ടിയാണ്. റുമാലി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഗോതമ്പ് പൊടി ചേർക്കാതെ മൈദ മാത്രം ചേർത്ത് തന്നെയാണ് റുമാലി റൊട്ടി സാധാരണ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ച് ഗോതമ്പ് മാവും കൂടെ ചേർത്തിരിക്കുന്നത്. ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് റഫാവും. ആട്ട ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ആകില്ല, അതുകൊണ്ടാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം ഏത് വെജിറ്റബിൾ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. 2.5 കപ്പ് മാവിന് ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം വേണ്ടി വരും. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ എണ്ണയും ഉപ്പും മാവും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴക്കണം. ഇത് കുഴയ്ക്കുന്നതിന് ഒരു പ്രത്യേക രീതിയിലാണ് കുഴയ്ക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ പൊറോട്ടയൊക്കെ കുഴയ്ക്കുന്നത് വീശിയടിച്ചില്ലേ, ഓരോന്നിനും ഓരോ രീതിയാണ്. ഇത് കുഴയ്ക്കുന്നത് നമ്മളിങ്ങനെ വലിച്ച് പിടിച്ച് മുറിച്ചാണ് കുഴയ്ക്കേണ്ടത്. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് മുറിച്ച് കുഴയ്ക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടേബിൾ ടോപ്പിലൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴച്ചെടുത്തില്ല, അതുപോലെ ഇത് കുഴയ്ക്കുകയാണെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് ഇത് തിരിച്ച് ഒരു എലാസ്റ്റിസിറ്റി വരും. അത് നന്നായിട്ട് പരന്നങ്ങ് വരില്ല. അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ കുഴയ്ക്കുന്നത്. ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് റോളർ വെച്ച് തന്നെ നന്നായിട്ട് പരത്താൻ പറ്റും. സാധാരണ റുമാലി റൊട്ടി കുറച്ച് പരത്തിയതിന് ശേഷം അവർ കൈ വെച്ചിട്ടാണ് ഇത് വീശി ഇത് വലുതാക്കി എടുക്കുന്നത്. അത് ശരിക്കും നമ്മൾ ഒരുപാടിട്ട് പരത്തി കഴിഞ്ഞാൽ, ഒരുപാട് കുഴച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല. അതാണ് അതിന് വരുന്ന ബുദ്ധിമുട്ട്. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിലൊരു 3-4 തുള്ളി എണ്ണ തേച്ചിട്ട് നമുക്കൊരു നനഞ്ഞ ടവലോ തുണിയോ വെച്ച് കവർ ചെയ്ത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നമുക്ക് വയ്ക്കാം. ഇനി നമ്മൾ ഇത് ചുടാനുള്ള അടുപ്പ് സെറ്റ് ചെയ്യുന്നതാണ്. കടായി മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ സ്റ്റീലിൻ്റെ ബൗൾസാണ് എടുത്തിരിക്കുന്നത്. അതെന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ കടായി എങ്ങനെ വെക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അടി ഇങ്ങനെ ഉരുണ്ട ഏത് ഇരുമ്പിയട്ടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. കാതുള്ളതും എടുക്കാം, നമുക്ക് ഹാൻഡിലുള്ളതും എടുക്കാം. അപ്പോൾ 2 സൈഡിൽ നിന്ന് സപ്പോർട്ട് കൊടുത്താൽ മതിയാവും. ഇത് നോൺ സ്റ്റിക്ക് എടുക്കരുത്. കാസ്റ്റ് അയണിൻ്റെതോ നല്ല ഇരുമ്പിൻ്റെതോ, എൻ്റെ ഇത് ഇൻഡാലിയമാണ്. ഇതുപോലത്തെ അടി ഇങ്ങനെ റൗണ്ടായിരിക്കുന്നത് നമ്മൾ ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. താഴെ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കണം, എന്നാലേ ആ ഫ്ലെയിം കത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവ് ഒന്നുകൂടെ നമുക്ക് കുഴയ്ക്കണം. ഇത് അകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റുന്ന ഇതുപോലെയാണ് കുഴയ്ക്കേണ്ടത്. ഇത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്നുകൂടെ ആക്കിയിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഉരുളകളും അതുപോലെ തന്നെയാണ്. ഇതിൽ എണ്ണ ഒരുപാട് ചേർക്കണ്ട. ഇത് പരത്തുന്നത് മൈദപ്പൊടി കുറച്ച് കൂടുതലിടണം. സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലിടണം. കാര്യം ഇത് മൈദമാവ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് എണ്ണയും ഒരുപാട് ഇതിലില്ല, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മാക്സിമം നമുക്കിത് വലുതാക്കി പരത്തിയെടുക്കണം. സൈഡിൽ കട്ടി കുറച്ച് സൈഡ് ഇങ്ങനെ തിന്നാക്കി പരത്തിയെടുക്കണം. മാക്സിമം നമുക്കിത് വലുതാക്കി പരത്തിയെടുക്കാം.
ഇത് നമുക്ക് മാക്സിമം കൈവച്ച് അതിൻ്റെ സൈഡൊക്കെ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് വലിച്ച് വലുതാക്കിയിട്ട് ഇത് ഈ ചട്ടിയുടെ പുറത്തോട്ട് ഇടണം. ഈ കടായിയുടെ പുറത്ത് കുറച്ച് ഉപ്പ് വെള്ളമാണ് തളിക്കേണ്ടത്. ഉപ്പ് വെള്ളം തളിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമുക്ക് എണ്ണ വേണമെങ്കിൽ തേക്കാം. എണ്ണ തേച്ചാലും ചിലപ്പോൾ മൈദയല്ലേ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഉപ്പ് വെള്ളമാണ് തളിക്കേണ്ടത്. ഉപ്പ് വെള്ളം കുറച്ച് ചൂടായിട്ടിരിക്കുന്നതിൽ തളിച്ചതിന് ശേഷം നമുക്കിത് ഇരിക്കാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 15-20 സെക്കൻഡ് കഴിയുമ്പം തന്നെ ഇത് മാറ്റി മറിച്ച് സൈഡൊക്കെ ഇങ്ങോട്ട് നടുക്കോട്ടാക്കി തിരിച്ചിടണം. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മറിച്ച് മാറ്റി ഇട്ടുകൊണ്ടിരിക്കണം. ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് മാറ്റി സൈഡൊക്കെ കുറച്ച് നടുക്കോട്ടാക്കി തിരിച്ചിട്ട് പെട്ടെന്നായി വരും. അത് ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ഇതിൽ തന്നെ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി റുമാൽ പോലെ മടക്കിയെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് തന്നെ വെക്കാം. ഫോയിൽ പേപ്പറിൽ കവർ ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ തുണിയിൽ തന്നെ കവർ ചെയ്ത് വെച്ചാലും സോഫ്റ്റായിട്ട് ഇരുന്നോളും.